പ്രിയങ്ക ഗാന്ധി രാധയുടെ വീടിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. വീടിനകത്തേക്ക് കയറുകയാണ്. സുഹൈൽ പറഞ്ഞോളൂ. സുഹൈൽ, പ്രിയങ്ക എത്തിക്കഴിഞ്ഞു, വീടിനകത്തേക്ക് കയറുന്നു. അതെ പ്രജുല, പ്രിയങ്ക ഗാന്ധി രാധയുടെ വീട്ടിനകത്തേക്ക് കയറുകയാണ്. ബന്ധുക്കളുമായി പ്രിയങ്ക സംസാരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആര് പ്രിയങ്കയെ കാണാൻ വന്നാലും അവരെ കാണാനുള്ള അല്ലെങ്കിൽ അകത്തേക്ക് കാണാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും വീടിന്റെ വാതിൽ അടച്ചുകൊണ്ടായിരുന്നു രാധയുടെ ബന്ധുക്കളെ കാണാനുള്ള അവസരം ഉണ്ടായിരുന്നത്. ഇന്നും അവിധം തന്നെയാണ്. എന്തായാലും പ്രിയങ്ക ഗാന്ധി അല്പസമയം മുമ്പ് ഒരു കരിക്കോടി പ്രതിഷേധമൊക്കെ നേരിട്ടെങ്കിലും ഇപ്പോൾ രാധയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രാധയുടെ ബന്ധുക്കളുമായി സംസാരിക്കുകയാണ്. നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു വയനാട് പര്യടനം നിശ്ചയിച്ചിരുന്നു ശനിയാഴ്ച ജനുവരി ആദ്യവാരം. പക്ഷെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ MN വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രിയങ്കയ്ക്ക് വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് നീട്ടിവെക്കുകയായിരുന്നു. അതിനിടയിലാണ് പഞ്ചാരക്കൊല്ലിയിൽ ഒരു കടുവയാക്രമണത്തിൽ രാധ കൊല്ലപ്പെടുന്നത്. തൊട്ടുപിന്നാലെ വലിയ പ്രതിഷേധമുണ്ടായി. കോൺഗ്രസ് തന്നെയായിരുന്നു നേതൃത്വം നൽകിയതൊക്കെ. അതിനിടെയാണ് ഇന്നലെ കടുവ ചാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. തൊട്ടു പിന്നാലെ പ്രിയങ്ക അടിയന്തരമായി ഒരു സന്ദർശനം ക്രമീകരിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് പ്രിയങ്കയുടെ സന്ദർശന വിവരം ബന്ധപ്പെട്ടവരെ അറിയിച്ചത്. തൊട്ടു പിന്നാലെ നിർത്തുകയായിരുന്നു. 11:30 കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രിയങ്ക അല്പസമയം മുമ്പാണ് രാധയുടെ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ ബന്ധുക്കളുമായി വീടിന്റെ അകത്ത് പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തുകയാണ്. നേരത്തെ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബവുമായി പ്രിയങ്ക ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നല്ലേ സുഹൈൽ? അതെ പ്രജുല, ആ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ബന്ധുക്കളെ ഫോണിൽ വിളിക്കുകയും അനുശോചനം അറിയിക്കുകയും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് അറിയിക്കുകയും വേണ്ട പിന്തുണകൾ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. ഫോണിൽ വിളിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. മണ്ഡലത്തിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് പലപ്പോഴും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു ഫോൺ വിളി സന്ദേശം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സവിശേഷ സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെ വരാൻ പ്രിയങ്ക നിശ്ചയിക്കുകയായിരുന്നു. സതീശന്റെ മലയോര സമരയാത്ര ജില്ലയിലെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് പ്രിയങ്കയുടെ സന്ദർശനം എന്നതും രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ഈ ഒരു സന്ദർശനത്തിന്. അത് മാത്രമല്ല, ഇതിനുശേഷം ഈ വന്യജീവി സംഘർഷവും വന്യജീവി പ്രശ്നങ്ങളും അഡ്രസ് ചെയ്തുകൊണ്ടുള്ള സതീശന്റെ യാത്ര മേപ്പാടി എത്തുമ്പോൾ ആ യാത്രയിലും പ്രിയങ്ക പങ്കെടുക്കുന്നുണ്ട്. അതിന് തൊട്ടു മുന്നേ പ്രിയങ്ക NM വിജയന്റെ വീട്ടിലും സന്ദർശിക്കുന്നു. എന്തായാലും പ്രിയങ്കയുടെ ഈ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടി അടിയന്തരമായി ക്രമീകരിച്ച സന്ദർശനമാണ് ഇപ്പോൾ രാധയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. രാധയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നു. വീടിന്റെ അകത്ത് വീട് മുഴുവനായി അടച്ചിട്ടാണ് അകത്തേക്ക് പ്രിയങ്ക പോയിട്ടുള്ളത്. ഇപ്പോൾ ബന്ധുക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നേരെ പ്രിയങ്ക പോവുക ബത്തേരിയിലേക്കാണ്. ബത്തേരിയിൽ NM വിജയന്റെ കുടുംബാംഗങ്ങളെ കാണും. വലിയ രീതിയിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും ഒരു പരിധിവരെ സംസ്ഥാന നേതൃത്വവും തന്നെ പ്രതിരോധത്തിലായ ഒരു വിഷയമാണ് NM വിജയന്റെ ആത്മഹത്യ. ആ വീടും പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കുന്നു. അതിനുശേഷം കൽപ്പറ്റയിൽ യോഗമുണ്ട്, MP വിളിച്ച യോഗമുണ്ട്. അത് ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തായാലും ചർച്ചയാവും. അതിനുശേഷം പ്രിയങ്ക മാധ്യമങ്ങളെയും കാണും. അത് കഴിഞ്ഞാണ് പ്രിയങ്കക്ക് ഒടുവിലെ പരിപാടി VD സതീശന്റെ മലയോര സംരക്ഷണ യാത്രയിൽ സമരയാത്രയിൽ മേപ്പാടിയിൽ പങ്കെടുക്കുന്നുമുണ്ട്.